ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ബാങ്കോക്കിൽ ഏറ്റവും കൂടുതലുള്ളത് മോൾസ് ആണ്. ഇവിടുത്തെ ഒരു കൾച്ചറാണ്, കൾച്ചറിന്റെ ഭാഗമാണ് മോൾസിൽ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കാണേണ്ട ഒരു കാഴ്ചയാണ്. ഞാൻ ഇത്രയും വലിയ മോൾസ് ഞാൻ ഇതുവരെ എവിടെയും ട്രാവൽ ചെയ്ത് എവിടെ വെച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഇതൊന്നും പോരാതെ ഇവിടുത്തെ ഒരു ഭയങ്കര മെഗാ മോൾ ഇപ്പം എനിക്കൊന്നും ഒരു ഹാർഡ്ലി ഒരു 3 weeks ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ഭയങ്കര ട്രെൻഡിങ് ആണ്. എനിക്ക് അവർ പറയുന്നത് 15 billion baht, ഏകദേശം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 30-35 billion rupees സെറ്റ് വിത്ത് ദ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ഇൻ തായ്ലൻഡ് റൈറ്റ് നൗ. ആ മോൾ ഒന്ന് ക്ലിയർ ആയിട്ട് പോയി കാണണം. കാരണം തായ്ലൻഡിൽ വന്നാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം മോളിൽ ടൈം സ്പെൻഡ് ചെയ്യാണ്, ഇവിടുത്തെ ഹോട്ട് വെതറിൽ അല്ലെങ്കിൽ മഴയത്ത്. എന്നിട്ട് ഈവനിങ് ആകുമ്പോൾ ബാക്കിയുള്ള പരിപാടിക്ക് പോകുന്നതാണ്. സോ ഈ ഒരു പുതിയ ഈ എംസ്പിയർ എന്നാണ് ഈ മോളിന്റെ പേര്. നേരെ അങ്ങോട്ട് പോവാം. ഇന്ന് പ്രിയ ഭയങ്കര സ്റ്റൈലിലൊക്കെയാണ്. എന്റെ തൊപ്പിയാണ്, നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യുക. എന്റെ തൊപ്പിയാണ് പ്രിയ ഇട്ട് വെച്ചിരിക്കുന്നത്. തൊപ്പിയൊക്കെ ഇട്ട് കയറുന്ന വണ്ടിയാ, നേരെ ലഗേജ് കൊണ്ടുവന്ന വണ്ടി പിക്കപ്പ്. ഇതാണ് നമ്മുടെ ഊബർ ഇന്നത്തെ. സോ സ്പേഷ്യസ് ആണ്, ടൊയോട്ട ഹൈലക്സ്. അപ്പൊ ഗൈസ്, വെൽക്കം ടു ദ മോസ്റ്റ് ഹാപ്പനിങ് ബ്രാൻഡ് ന്യൂ ഡെസ്റ്റിനേഷൻ ഓഫ് ബാങ്കോക്ക്, എംസ്പിയർ മോൾ. കണ്ടിട്ട് അടിപൊളിയായിട്ടില്ലേ? വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ലല്ലോ അല്ലേ? ചെറിയൊരു മോൾ പോലെയല്ലേ തോന്നുന്നു ഇവിടുന്ന്. പക്ഷെ ഇതേ അങ്ങോട്ട് കിടക്കുവാണ്, ഇങ്ങോട്ട് കിടക്കുവാണ്. ഐക്യയുടെ ബോർഡാണ് ഫ്രണ്ടിൽ തന്നെ ഉള്ള. സിറ്റിക്ക് അകത്തൊരു ഐക്യ നമുക്ക് കയറിയത് കാണാം. ഭയങ്കര എസ്തെറ്റിക് ആണെന്ന് പറയുന്നത്. കണ്ട, ഫുൾ ഒരു ഗാർഡൻ ടൈപ്പ് ലുക്കാണ്. പാർക്കിംഗ് ലോട്ടൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓ, ഇതെന്താ ഇത്? മ്യൂസിയത്തിൽ കയറുന്ന ലുക്കാണല്ലോ. നമ്മൾ ശരിക്കും ബാങ്കോക്കിൽ ഇനി മോൾ അടിപൊളിയാക്കാൻ പറ്റുമെന്ന് ഇത് സല്യൂട്ട് ചെയ്യുന്നു. പക്ഷെ ബാങ്കോക്കിൽ എന്തൊരു മോളാ ഇത്, അടിപൊളിയല്ലേ? എനിക്ക് പെട്ടെന്ന് മാള് കണ്ടപ്പോ എന്താ തോന്നിയോ, മ്യൂസിയത്തിന്റെ നമ്മള് റഷ്യയില് പോയി ഒരു മ്യൂസിയത്തിന്റെ ലുക്കാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ശരിക്കും മറ്റേ ഒരു പിക്കാസോന്റെ പെയിന്റിംഗിന്റെ തീമിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അടിയില് ഒരു ഗോർമേ മാർക്കറ്റ്, ലൈക് സൂപ്പർ മാർക്കറ്റ് തന്നെ, പക്ഷെ കുറച്ച് ഹൈ എൻഡ് ഫുഡും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം. ഓ മൈ ഗോഡ്, ഇവിടുന്ന് എനിക്ക് വേറൊരു സാധനം കണ്ടു, ഹൊക്കായിഡോ ഐസ്ക്രീം. എന്റെ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഹൊക്കായിഡോ ഐസ്ക്രീം ഇവിടെ കിട്ടുന്നുണ്ടെന്ന് ഇവിടുന്ന് ബോർഡ് കാണാവേ. ആ, അറിയുന്നില്ലല്ലേ? ലിഫ്റ്റ് ആണെങ്കിലും മോളാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടില്ലേ? ഒരു ആദ്യമായിട്ടാണ് ഒരു ബൊട്ടീക്ക് മോൾ പോലെ നമുക്ക് ഒരു സ്ഥലത്ത് തോന്നിക്കുന്നത് അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. ഇതിന് തൊട്ടപ്പുറത്താണ് സയാം പാരഗണും മറ്റേ ടെർമിനൽ 21 ഒക്കെ. നടന്നു പോകുന്നേ ഉള്ളൂ. എന്നിട്ടും ഒരു പുതിയ മോള്. ഇത് കണ്ട, അടിയില് ആദ്യമായിട്ടാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഫുഡ് കോർട്ട് കാണുന്നത്. കംപ്ലീറ്റ് ഒരു വലിയ ഫുഡ് കോർട്ടാണ്. അതല്ലാതെ ഇവിടെ മറ്റേ ഞാൻ പറഞ്ഞില്ല സൂപ്പർ മാർക്കറ്റ്, ഗോർമേ സൂപ്പർ മാർക്കറ്റ്, അതിൻ്റെ അകത്ത് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനും സ്ഥലമുണ്ട്. സോ അവിടെ തന്നെ നല്ല ഫ്രഷ്ലി കുക്ക്ഡ് ഫുഡ്, നല്ല ഇൻഗ്രീഡിയൻസ് വെച്ച് കിട്ടും. അവിടെ ഇരുന്ന് കഴിക്കാനും പറ്റും. എന്താ പറയാ, ഫ്രഷ് നല്ല കോണ്ടിനെന്റൽ ഫുഡ് ഇവിടുന്ന് വാങ്ങിയിട്ട് അവിടെ പോയി ഇരുന്ന് കഴിക്കാം. കൊള്ളാല്ലേ? നോക്ക്. ആ, അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗോർമേ രീതിയിലുള്ള സംഭവമാണ്. കംപ്ലീറ്റ് പോക്ക് ഡിഷസ് ആണ്. പോക്ക് റിബ്സ്, സോസേജസ്, ഒരു ജർമ്മൻ ഫുഡ് പോലെ തോന്നുന്നത്. ഇത് നോക്ക്, പോക്ക് നക്കിൾസ്, ഓ ചിക്കൻ ആൻഡ് റോസ്റ്റ്. മൈ ഗോഡ്, ദേ ഹോൾ ഗ്രിൽ ചിക്കൻ. എൻ്റെ അമ്മോ, ആ ബീഫിൻ്റെ ഒക്കെ ലുക്ക് നോക്ക്. ബീഫാണോ പോക്കാണോ? പോക്കാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഫുഡ് നല്ല ക്രിസ്പി പോക്ക് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് വിത്ത് ആപ്പിൾ സോസാണ് വരുന്നത്. ഓ, അതും പിന്നെ ബീഫും പറയാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ബീഫ്, റോസ്റ്റ് ബീഫാണ്. ഫാറ്റും മീറ്റും എനിക്ക് ഇതുപോലെയാണ്. ആ ബ്ലഡ് വരെ എനിക്ക് റെയറാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മീറ്റ്. പ്രിയ കഴിക്കില്ല, അത് എനിക്കിഷ്ടം. അത് ഓക്കെ. ഇത് കൊള്ളാലോ, ആൾക്കാരാണ്. വേദു ഇത് കൊള്ളാല്ലേ? ഇത് നോക്ക്, ഡാൻസിങ് ഡെക്കറേഷൻ. അത് കൊള്ളാല്ലേ? ഡെക്കറേഷൻ ഡാൻസ് ചെയ്ത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹൈഫൈ കൊടുക്കോ? ചിലപ്പോ ഹൈഫൈ തരും. പോയി നോക്ക്. ആ, ഡോൾ പോലെ അല്ലേ? നൈസ്. ഭയങ്കര ഡാൻസിങ് ഡെക്കറേഷൻ. വേദന ഹൈഫൈ തന്നാ? എന്തൊരു ഡാൻസിങ്. നോക്ക്. ആൾക്കാരെ പോയി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഇതാണ് പറഞ്ഞ മോൾ ഇസ് എ ഫൺ പ്ലേസ്. അല്ല, നിങ്ങൾ മോൾ വെറുതെ ഷോപ്പിംഗോ ഫുഡിനാണോ വിചാരിക്കുന്നത്. ഇറ്റ്സ് എ ടോട്ടലി ഫൺ പ്ലേസ്. വീഡിയോ കോൾ ചെയ്തു, ഡെക്കറേഷന്റെ കൂടെ വീഡിയോ കോൾ ചെയ്തു. സൂപ്പർ മാർക്കറ്റ് സെർവ് ചെയ്യുന്ന ഒന്ന് ആലോചിച്ച് നോക്ക്. പ്ലേറ്റ് കണ്ട
ഫോക്കും നൈഫും കണ്ട. നല്ലല്ലേ? സൂപ്പർ മാർക്കറ്റ്, ഹൈ എൻഡ് സൂപ്പർ മാർക്കറ്റിലെ ഗോർമേ ഫുഡാണ്. സോ ദിസ് ഇസ് ലൈക്ക് ക്രിസ്പി പോക്ക് വിത്ത് ആപ്പിൾ സോസ് ആണ്. നോക്കട്ടെ. ഓ അവിടെ ഒരു വിശാലമായ ഫുഡ് കോർട്ട് കിടക്കുന്നുണ്ട്. മേ ബി ദ ബെസ്റ്റ് ഓഫ് ഫുഡ് ഇൻ ബാങ്കോക്ക് കിട്ടുന്ന ഫുഡ് കോർട്ട്. ബട്ട് സൂപ്പർ മാർക്കറ്റ് ഫുഡ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. ഇന്റർനാഷണൽ ജർമ്മനിയിലൊക്കെ കഴിക്കുന്നതിൻ്റെ രീതിയിലുള്ള ക്രിസ്പി പോക്കാണ്. ആപ്പിൾ സോസ് സ്വീറ്റ്, ഇത് മാത്രമായിട്ട് കഴിക്കാം. ഓ ആപ്പിളി, കുറച്ചൊരു ഉപ്പുണ്ട്, അതിൻ്റെ മധുരമുണ്ട്. പ്രിയക്ക് കൊതിയായിട്ട് വരാത്ത വായന്ന് വെള്ളം വരുന്നു. അതിൻ്റെ സ്കിൻ പറ്റുമെങ്കിൽ ഇതിന്റെ സൗണ്ട് കേട്ടോ. കുറച്ച് കേക്കാം, നന്നായി കേക്കാം ഇവിടെ വന്ന നേരിട്ട് അല്ലേ. റോസ്റ്റ് ബീഫാണ് ഇത്. പ്രിയക്ക് കഴിക്കാൻ പറ്റില്ല കാരണം കുറച്ച് റോ ആണ്. എനിക്ക് പക്ഷെ അങ്ങനെയാണ് ഇഷ്ടം. റോ, ഓൾമോസ്റ്റ് റോ ആണ്, റയർ ആണ്. ദില്ലുവിനൊക്കെ ഈ കാട്ടിലൊക്കെ ഒറ്റപ്പെട്ടു പോവൂലേ, അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ടു പോയാൽ ദില്ല് ജീവിച്ചോളും അല്ലേ. ഇങ്ങനെ റോ ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു അല്ലേ. മസാലയോ ഉപ്പോ ഒന്നും എരിവോ ഒന്നും വേണ്ട, കൊറേ പച്ചക്കറികളും കഴിച്ചാൽ മതി. ഇതിലൂടെ ഗ്രേവി ഇട്ടിട്ടുണ്ട്. ആ ഗ്രേവി പിന്നെ നല്ല ഹൈ ക്വാളിറ്റി ന്യൂസിലൻഡിൽ നിന്നുള്ള ബീഫാന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിങ്. ഞാൻ ഇതെല്ലാം കൂടെ ഏകദേശം ഒരു 1000 രൂപ ആയിട്ടുള്ളൂ. ഞാൻ വേദന നഗറ്റ്സും കൂടെ കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ക്വാളിറ്റി സ്റ്റേക്ക് തന്നെ നാട്ടിൽ തന്നെ ബാംഗ്ലൂർ കഴിക്കണമെങ്കിൽ തന്നെ ഒരു 2000-2500 രൂപയോ. 200 ഗ്രാം അടിപൊളി. ഇതിന്റെ ഫാറ്റും ബീഫും മീറ്റും എല്ലാം കൂടെ ഭയങ്കര ടേസ്റ്റ്. പ്രിയ എനിക്ക് പോക്ക് ഒട്ടും തന്നില്ല, അത്ര ഇഷ്ടപ്പെട്ടില്ലേ. ആപ്പിൾ സോസും കംപ്ലീറ്റ് പ്രിയ കഴിച്ചു കേട്ടോ. എന്നിട്ടും വിശക്കുന്നു, കൊതിയാർന്നോ. അപ്പൊ അല്ല ഞാൻ ഒരു കാര്യം നോക്കട്ടെ, ഇവിടെ തന്നെ ഡിസേർട്ട് ഉണ്ടെങ്കിലോ എന്ത് ക്വാളിറ്റി ആയിരിക്കും. ഞാൻ തപ്പിട്ട് വരാം. നല്ല ഭയങ്കര കോമ്പിനേഷനാണ്. ടർക്കിയും കഴിക്കും ആപ്പിൾ സോസിന്റെ കൂടെ. വേറെ ലെവൽ സ്ഥലമാണ് ഇത്. ജെമി മേഡിസൺ എന്ന് പറയുന്ന ഈ ഡ്രൈ ഏജ്ഡ് ബീഫും അതൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ അകത്തുള്ള ബുച്ചറിയാണ്. ദിസ് ഇസ് സോ ഹൈ എൻഡ് ബട്ട് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. അത്രയും എക്സ്പെൻസീവ് ഒന്നല്ല. സൂഷിയൊക്കെ കണ്ടിട്ട് കൊതിയ വന്നു. അപ്പോൾ വയറ് ഫുള്ളായി. ഞാൻ ഡെസേർട്ട് തപ്പി നടക്കുവാണ്. എല്ലാ ഹൈ എൻഡ് സാധനങ്ങളാണ്, ഫുഡാണ് ഇതിൻ്റെ അകത്ത്. അതാണ് ഗോർമേ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഡെസേർട്ട്സൊക്കെ ഭംഗി നോക്കിക്കേ. മിനി ന്യൂട്ടല ലാൻഡ്, റൂഡോൾഫ് എന്ന് പറയുന്ന സാന്റയുടെ ഡിയർ, സാന്റ, ഓൾഫ്. എന്ത് രസമല്ലേ. നമ്മുടെ അവിടെ ഇല്ല ഡെസേർട്സ് ഇല്ല. അപ്പൊ വെളിയിൽ ഫുഡ് കോർട്ടിൽ ജസ്റ്റ് ഡെസേർട്സ് കാണാൻ വന്നിരിക്കുകയാണ്. പ്രിയ ഡെസേർട്സിന്റെ കളിയാണ്. പക്ഷെ ആ ഏരിയ ഒന്ന് കാണിച്ചു തരാം. അത് മതിയോ ഡെസേർട്ട്? അപ്പൊ കേറിയിട്ടില്ല കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങി ഫസ്റ്റ് ഷോപ്പ് കണ്ടിട്ട് അത് തന്നെ മതി എന്നാ പറഞ്ഞത്. തുടക്കം ഇതിന്നോ അങ്ങനെ പറ. മുന്നോട്ടേക്ക് അങ്ങോട്ട് പോവല്ലേ. പ്രിയയുടെ ഡ്രസ്സും അതും ഒരേ കളർ, അതുകൊണ്ടാണോ? സെയിം കളർ. പ്രിയയുടെ ഡ്രസ്സും സെയിം കളർ, പ്രിയക്ക് ഇഷ്ടമുള്ള ഡെസേർട്ട് സെയിം കളർ. ഫ്രഷ് ആയിട്ട് ഇത് അതിൽ നിന്ന് അവർ ഉണ്ടാക്കി എടുക്കുവാണ്ട. പാന്താൻ എന്ന് പറയുന്ന ഒരു ലീഫാണ്, അത് വെച്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ ജാം ഒക്കെ ഉണ്ട്. അപ്പൊ 6 എണ്ണത്തിന് 60 ബാht, അറൌണ്ട് 150 റുപ്പീസ് 140 റുപ്പീസ്. നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഒരു എന്താ പറയുന്ന ഒരു മോളിൽ പോയ ഇവിടെ ഒരു ആഘോഷം പോലെ അല്ലേ. മുകളിലേക്കൊക്കെ പോകാനുണ്ട്. ഈ AC ലെൻസ് വരെ കവർ ചെയ്തിരിക്കുന്നത് എന്ത് ഭംഗിയാ. സിൽവർ ഫോയില്. അതിനാ സിൽവർ ഫോയിൽ കോൺസെപ്റ്റ് കുറെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു തീം ഭയങ്കര ആർട്ടിസ്റ്റിക് മോളാ. അതെ, ഈവൻ ഇതൊക്കെ കണ്ട ഓരോ ഫുഡ് കോർട്ട് ആണെങ്കിലും അതിന്റെ ഓരോ ഡിസൈൻസും ബോർഡ്സ് ഒക്കെ തൂക്കിയിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ ലുക്കിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് മൊത്തമായിട്ട്. ഫുഡ് ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇത് പോക്കിന്റെ ലോ കാലറി ക്രിസ്പി പോക്ക് ബെലി. ശരിക്കും ഒരു ഡബിൾ സൈസുള്ള വയറ് വേണമായിരുന്നു. എൻ്റെ വയറേ വലുതാ, അതിന്റെ ഡബിൾ ഉണ്ടെങ്കിലേ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. ഫുഡ് കോർട്ടാണ്, അതാ ഞാൻ പറഞ്ഞത്. ഫുഡ് കോർട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നോക്ക്, ക്രിസ്മസ് ഹൗസസ് പോലെ. എന്തൊരു എസ്തെറ്റിക് അല്ലേ. നിങ്ങൾ വിചാരിക്കും ഞാൻ പറഞ്ഞില്ലേ മോൾ എന്തിനാ ഇതിൽ എപ്പോഴും കാണിക്കുന്നത്, പക്ഷെ ഇതൊക്കെ അല്ലേ ഞാൻ കാണിക്കണ്ടേ. സോ ബ്യൂട്ടിഫുൾ. നോക്ക് മോളില് കണ്ടാ. പ്രതീക്ഷിച്ചാ നമ്മളായിരിക്കും കേരളത്തിന് ആദ്യമായിട്ട് ഈ മോളിൽ വന്ന് വ്ളോഗ് ചെയ്യുന്നത്. ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളൂ.
അതല്ലാന്ന് ആ എനിക്കിത് കണ്ടിട്ടേ ആ ഐ ഫീൽ ലൈക്ക് ഐ ആം ഇൻ യൂറോപ്പ്. ആ ഒരു ഫീലിംഗ്, ആ ഒരു ക്രിസ്മസ് മാർക്കറ്റിന്റെ ഫീലിംഗ് അല്ലേ? അതിന് തണുപ്പുണ്ട് എസിയുടെ. നമ്മള് യൂറോപ്പിലൊക്കെ മറ്റേ ഇവിടെ പോകൂലേ സീസണില്, അതുപോലെ ഉണ്ട്. ഇന്ന് നിങ്ങൾക്ക് വ്ളോഗ് അധികം ഡീറ്റെയിൽ ആയി കാണാൻ പറ്റില്ലെങ്കിൽ പ്രിയാണ് ഉത്തരവാദി. പ്രിയ കംപ്ലീറ്റ്, പ്രിയയുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യണം. കംപ്ലീറ്റ് ലൈവ് ആയിട്ട് പ്രിയ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ കാഴ്ചകളൊക്കെ കണ്ട. കംപ്ലീറ്റ് ആ ഒരു ക്രിസ്മസ് ഫീലിംഗിന്റെ സാധനങ്ങളാണ്. നട്ട്സ് ആണെങ്കിലും പ്രെറ്റ്സൽസ് ആണെങ്കിലും ക്രോസോൺസ് ആണെങ്കിലും. അതുകൊണ്ട് യു ലിറ്ററലി ഫീൽ ലൈക്ക് യു ആർ ഇൻ യൂറോപ്പ്. ഭയങ്കര ഒരു സെറ്റപ്പ് ഉള്ള ഒരു സ്ഥലമായി തോന്നുന്നു. ഐ ജസ്റ്റ് ലവ് ദിസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ മോൾ. നമ്മൾ ഇത്രയും മോൾസ് തായ്ലൻഡിൽ പോയിട്ടുണ്ടെങ്കിലും ദിസ് ഇസ് ലൈക്ക് എ ടോട്ടലി ഡിഫറെന്റ് ഫീൽ. എനിക്ക് ഒരു വിഷമായി പോയി. എന്താ അവർക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ചേച്ചിക്കൊക്കെ അല്ലേ? ഭയങ്കര മിസ്സായി പോയി അല്ലേ? ഭയങ്കര ഇഷ്ടപ്പെടുമായിരുന്നു. ഇത് ഇവിടുന്ന് വന്നിവിടെ വന്ന് അകത്ത് വന്ന് ശരിക്കും യൂറോപ്പില് പോയ മാർക്കറ്റ് ടൈലല്ല, പക്ഷെ അവരാ കോബിൾ സ്റ്റോൺ സ്ട്രീറ്റിന്റെ ഫീലിംഗിന് വേണ്ടി ചെയ്തു വെച്ചിരിക്കുക. ദിസ് ഈസ് ലൈക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലേ? ഹാറ്റ്സ് ഓഫ് ടു ബാങ്കോക്ക് ആക്ച്വലി. പുതിയ കാര്യങ്ങൾ ചെയ്ത് ഓരോ മോളും ഓരോ തീമാ. അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഔട്ട് ഓഫ് തിങ്സ് കാണില്ല. ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാണും. എല്ലാ മോളിലും തിരക്ക്. അതെ. ഓ ഈ ഏരിയ നോക്ക്. ഇവിടെ എസ്കലേറ്ററിന് അടിയിൽ റെഡ് കളർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ മുകളിൽ ക്രിസ്മസ് ട്രീസ്. ഓ എന്താ ഇത്? അടുത്ത ഫ്ലോറിലേക്ക് വന്നു. ഒരു കാര്യം പറയാം, ജാപ്പനീസ്, കൊറിയൻ എല്ലാ ഫുഡും ഇവിടെയുണ്ട്. ഇന്ത്യൻ കണ്ടില്ല. ഒരു മാസം ഉണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ ഇവിടെ 2 നേരം വന്നു കഴിഞ്ഞാൽ എന്റെ പകുതി ട്രൈ ചെയ്യാൻ പറ്റും. നോക്കട്ടെ. എനിക്ക് വലിയ ഇഷ്ടമില്ല, മധുരമില്ല. എനിക്ക് ചോക്ലേറ്റ് തന്നെ പറ്റുള്ളൂ. അതിന് യു വിൽ ലൈക്ക് ആ ജെല്ലി ടെക്സ്ചറും പാന്താന്റെ ഫ്ലേവറും ചെറിയ മധുരവും. ഇവിടെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ പ്രാന്ത് ആയിട്ടില്ല. പിന്നെ ഇല്ല, അത് ഞാൻ പറയാൻ വന്നത്. ഭയങ്കര എളുപ്പമായിരുന്നു ഈ ക്രൗഡിന്റെ ഇടയിൽ കളഞ്ഞു പോയാലും. ഇവിടെ ഇത്രയും അധികം ഡെസേർട്ട് ഷോപ്പ് ഉണ്ടല്ലോ എൻ്റെ അടുത്ത് പ്രിയ. ഷേക്ക് ഷാക്കും ഉണ്ട്. ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മളൊരു ബാങ്കോക്കിലെ മസ്റ്റ് വിസിറ്റ്. എംസ്ഫിയർ മോൾ ബാങ്കോക്കിലെ മസ്റ്റ് വിസിറ്റ് ആണ് എംസ്ഫിയർ മോൾ. വാ ഇനി അടുത്ത ഫ്ലോറിലേക്ക് പോവാം. ഞങ്ങൾ വന്നാലും എപ്പോഴും വരും. ആ ഉറപ്പാ. താഴെ നടക്കുന്ന വാക്ക് തന്നെ നോക്ക് പ്രിയ. ഓ വെൽക്കം ടു എംസ്ഫിയർ. ഓ ഇനി ഇതിനകത്തൊരു ഷോക്കിംഗ് സാധനമുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. ഭയങ്കര ഷോക്കാ. എന്താ ഇത് ഇങ്ങനെ? ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ സാധാരണ മോൾമാരി അല്ല, വേറെ ടോട്ടലി വേറെ ലേ ഔട്ടാ. ഒരു ഐഡിയ ഇല്ലാത്ത ഒരു സംഭവം അല്ലേ? അതെ, ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തം എന്തായിരുന്നു? ക്രിസ്മസ് തീം. ഫുഡ്. ഫുഡ്. ഫസ്റ്റ് ഫ്ലോറിൽ എന്താ മൊത്തം? ഷോപ്പിംഗ് ആണ്. ഫുഡ്. ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ കണ്ടല്ലോ, പക്ഷെ ഇവിടുന്ന് കാണാൻ ശരിക്കും സ്നോഫോൾ വീണ പോലെ ഇല്ലേ? അതൊന്ന് മുകളിലേക്ക് വന്നാൽ വീണ്ടും റെസ്റ്റോറൻറ്റ് ടൈപ്പ് ഫുഡ്. താഴെ കുറച്ച് ഫുഡ് കോർട്ട് ടൈപ്പ് ആണെങ്കിൽ മുകളിൽ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു റെസ്റ്റോറൻറ്റ് ഫിനിഷിലാണ്. KFC എല്ലാം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ജങ്ക് ഫുഡ് വേണം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്വാളിറ്റി ജാപ്പനീസ് ഫുഡും അല്ലെങ്കിൽ ഫേമസ് തായ് ഫുഡ് വേണം, എല്ലാം ഒരു ഇത് ഇവിടെ അവൈലബിൾ ആണ്. കാർ എടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നത് അല്ല വയ്ക്കാം അല്ല, പക്ഷെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങള് കാറും ഫുഡൊക്കെ ഇപ്പൊ എന്താ പറയുക ഫീൽ ചെയ്തേ? നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോയ ഒരു ഫീലിംഗ്, ഒരു 2040 പോയ ഒരു ഫീല്. ഫർണിച്ചറിന്റെ ആണെന്ന് തോന്നുന്നു. കണ്ടോ? അതാ പറഞ്ഞേ. എന്താണാവോ 10 വോച്ചർ സ്റ്റോർ തുടങ്ങിയാല് 10 ഡിസൈൻ ആയിരിക്കും. അവരുടെ ഇങ്ങനെ നടന്നു. നല്ല ഭംഗിയല്ലേ? നമുക്ക് ഈ ഉണക്കമരം ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം. ഞാൻ വേഗം ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കട്ടെ. കാടാക്കണം. ആക്കണം. ഇങ്ങനത്തെ ഫ്രിഡ്ജ് വേണം, എസ്തെറ്റിക് ഫ്രിഡ്ജ്. എന്ത് രസമല്ലേ ഷോപ്സ്. ഇത് ഞാൻ ഇവിടെ കണ്ടു. ഭയങ്കരമായിട്ട് ഈ ഡെക്കറേറ്റീവ് ഡീകോറും ഫർണിച്ചറും കൂടെ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് അപ്ലയൻസും കൂടെ മിക്സ് ചെയ്യുന്ന സ്ഥലം. കോഫി മേക്കർ, മിക്സി, ഫ്രിഡ്ജ് എല്ലാം ആ ടൈപ്പാ. കണ്ടാ സ്പീക്കറിന്റെ അകത്ത് സ്ക്രീൻ മൈക്രോവേവ് അല്ല, അതെ ഇതിന്റെ അകത്ത് നമുക്ക് വായിക്കാം.
ലിറിക്സ് കണ്ടോണ്ട് പോവാം. സൂപ്പർ ആയിട്ടില്ലേ? നോക്ക്, ലിറിക്സ് സ്പീക്കർ ബോക്സ് ഏകദേശം 2.5 ലക്ഷം രൂപ. ഒന്നും പോരാതെ ഒരു ഫുൾ ഫ്ലെജ് BMW ഷോറൂമിൽ അത്രയുള്ള ഒരു ഡിസ്പ്ലേ ഏരിയ ഇവിടെ വെച്ചിരിക്കുന്നു. 6 കാറ് വെച്ചിരിക്കുന്നു. ഇതേ നമ്മുടെ X1 പുതിയ മോഡല്. BMW ഒരു ഷോറൂമിന്റെ അത്രയും കാശില്ലേ, അത് വെറും തുടക്കമാ. ഇവിടെ വാ, പ്രിയയുടെ ഫേവറേറ്റ് കണ്ട് തൊട്ട് മാനിഫെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഏത് കളർ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. എന്റെ അഭിപ്രായത്തിൽ റെഡ് ആണ് നല്ലത്. യെല്ലോ കളർ, യെല്ലോ ഉണ്ട്. മഞ്ജു വാര്യറിന് യെല്ലോ കളർ അറിയാം. റെഡ് എന്റെ ഫേവറേറ്റ്. ഈ സൈസ് പോരാ, ഇതാണ് എടുക്കുന്നത് വലുതായിരിക്കും എടുക്കുന്നത്. അത് പക്ഷെ പൊട്ടയാ, അതിന് വില കുറവാ. ഇതാ മിനി കൂപ്പർ. മിനി കൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാ, മിനി ആയിരിക്കണം. മിനി ആയിരിക്കണം. ഓ ചാരി നിന്നാ പെയിന്റ് സ്ക്രാച്ച് ആയ 50,000 രൂപ കൊടുക്കേണ്ടി വരും ഒരു സ്ക്രാച്ചിന്. തുറക്കാൻ പറ്റുമോ? ഇല്ല, ലോക്കായിരിക്കും. ലോട്ടസിന്റെ കാണുന്ന കേട്ടോ. ലോട്ടസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ട്, ഒരു സ്പോർട്സ് കാർ ഒക്കെ ഉണ്ടാക്കുന്ന ബ്രാൻഡാ, ബ്രിട്ടീഷാന്ന് തോന്നുന്നു. അതിന്റെ ഒരെണ്ണമുണ്ട്. ഇവിടെ പോഷ് ഉണ്ട് അപ്പുറത്ത്. അമ്പോ, അത് പോഷിന്റെ ഇലക്ട്രിക്കാ പറയാ. എന്തെങ്കിലും തരണമെങ്കിൽ പ്രിയ ഇപ്പൊ വേണ്ട, സമയം എടുത്ത് നല്ല പൈസ അത് നോക്ക്. മതിയാ? അതിലിങ്ങനെ കിടന്നോടിക്കോ? ഞാൻ എങ്ങനെയെങ്കിലും ഓടിച്ചോളാം. ഇതിലൂടെ പറ്റൂല, കാലിന് നീളം. കുഴപ്പമില്ല. ഈ മോളിന്റെ 3rd ഫ്ലോറിൽ എന്താണ്? അല്ല, ഇത്രയും വലിയ ഷൂറാക്ക് ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് പറ്റും, അല്ലെങ്കിൽ 2 എണ്ണം വാങ്ങും. ഇതിൽ എത്ര എണ്ണം വാങ്ങിക്കാൻ പറ്റും? മാക്സിമം പോയ 50 എണ്ണം. പിന്നെ 9 എണ്ണം, ഒരു ഒരെണ്ണത്തിൽ 4 എണ്ണം വെച്ച് വെക്കാം. 50. അതെ, എക്സ്പെക്ട് ചെയ്താ ഐക്യ മോളിന്റെ ഉള്ളില്. ഇവിടെ ഐക്യയുടെ ഫുഡും കിട്ടും. ഇത് 2 എണ്ണം ഇല്ല, ഒന്ന് കോഫി കൗണ്ടറും മറ്റേ ബില്ലിംഗ് സെക്ഷനില്. ഐക്യ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് തന്നെയാണ്. അതുകൊണ്ട് ഐക്യയുടെ ഡൈനിങ് റൂമിലായിരുന്ന ഫാമിലി ഇതൊക്കെ ഫുഡ് കൊണ്ടുവന്നിരുന്ന് കഴിക്കുന്നത്. ഭഗവാനെ, അത് ബാങ്കോക്കിലേ നടക്കുന്നു തോന്നുന്നു. ബെഡ്റൂമിൽ പോയി കണ്ട് ചിലപ്പോ അവിടെ പിള്ളേരും പാരന്റ്സ് ഒക്കെ ഉറങ്ങുന്നുണ്ടായിരിക്കും. ബാത്റൂമിൽ പോയി അയ്യോ, അത് കാണില്ല. വിചാരിച്ചു ഇതൊരു സിറ്റി ഐക്യതുകൊണ്ട് അധികം ഒന്നും കാണില്ല. ഓബിയസ്ലി നമ്മുടെ വലിയ ഐക്യയുടെ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം വലിയ സ്പേസ് ഉണ്ട് അല്ലേ? അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഐക്യയുടെ വ്ളോഗ് ഒന്നും കാണിക്കില്ല, ഇതൊരു മോളുടെ വ്ളോഗാണ്. ജസ്റ്റ് ഇവിടെ ഐക്യ ഉണ്ടെന്ന് കാണിക്കുന്നേ ഉള്ളൂ. അതെ, ആ ജനലിലുള്ളത്, ആ ഡിസ്പ്ലേ നമ്മുടെ ബെഡ്റൂമിന് ആവശ്യം. ഇടയ്ക്ക് ഇറങ്ങി അല്ലേ? എന്താ അത്? ആസ്ട്രോനോട്ടോ? വേറെ ആസ്ട്രോനോട്ടോ വേണോ? ഓക്കെ, ഞങ്ങൾ ഇവിടെ തന്നെ എന്തെങ്കിലും കോഫിയൊക്കെ കുടിക്കാന്ന് വെച്ചാൽ രാത്രി ഫുഡ് കോർട്ടിൽ പോകാം. ഭയങ്കര തിരക്ക്. ഇവിടെ ആകുമ്പോൾ സമാധാനത്തോടെ ഇവിടെ ഇരിക്കാമല്ലോ. കോഫിയൊക്കെ ഇവിടുന്ന് ഐക്യ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാതെ പോയാൽ മോശമല്ലേ? അതല്ലാതെ ഐക്യയിൽ ആദ്യമായിട്ട് ഞാൻ ഇതുപോലെ ടീഷർട്ട്സും ലൈക്ക് സോക്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണുന്നു. നല്ല രസമുണ്ട്. ഒരു ടീഷർട്ട് എടുത്തേക്കാം. ഫുഡിൻ്റെ സെലക്ഷൻ ഒരു രക്ഷയില്ല കേട്ടോ. 3 സോസേജൊക്കെ 30 ബാക്കിയുള്ളൂ. അത് ബേക്കൺ റാപ്ഡ് ഉണ്ട്, പിന്നെ നമ്മുടെ ബ്രാക്ക്ഫാസ്റ്റ്, നമ്മുടെ ജർമ്മൻ സോസേജസ് ഉണ്ട്. എല്ലാം ഭയങ്കര അഫോർഡബിൾ ആണ്. സോസേജൊക്കെ ഒരു 100 റുപ്പീസ്, അല്ലെങ്കിൽ ഇത് 3 എണ്ണത്തൊക്കെ ഓഫറാണ്. ഞാൻ കുറച്ച് സാധനങ്ങൾ എന്തായാലും എടുക്കുന്നുണ്ട്. സോസേജ്, കേക്ക്, ചിക്കൻ വിങ്സ്, അൺലിമിറ്റഡ് ഡ്രിങ്ക് ആയത്. എന്ത് വേണമെങ്കിലും എടുക്കാം. കൊക്കോള, പോമഗ്രാനൈറ്റ്, ലിങ്കുബെറി, മറ്റേ മീറ്റ് ബോളിൻ്റെ കൂടെ ഒരു പിങ്ക് കളർ സോസ് ഇട്ടില്ല, അതിൻ്റെ ജ്യൂസ്, കോഫി, എല്ലാം. ഇത് കുടിച്ചിട്ട് വേണമെങ്കിൽ ഹോട്ട് ചോക്ലേറ്റ് പറയാം. ഇതെല്ലാം കൂടെ 350 റുപ്പീസ്. ഭയങ്കര ലാഭമാ ഇത്രയും സാധനങ്ങള്. സോസേജിന് ഓഫറും. ഈ സോസേജിനൊക്കെ ഇത്രയും ചീപ്പാണെങ്കിലും നോക്കി ഒരു സ്നാപ്പ് കാണണം. ഈ സോസേജ് ഈ എന്താ പറയുക, ഈ പഴുത്ത പഴം പോലെ ആവരുത്. ഇത് കണ്ട ഇങ്ങനെ വെക്കുമ്പോൾ ഒരു സ്നാപ്പായിട്ട് വരണം. അതാണ് ഒരു നല്ല സോസേജ്. ഇത് സോ ഗുഡ്. ഇത് പോർക്ക് ആൻഡ് ചിക്കൻ മിക്സാണ്. വെറും സോസേജ് കഴിച്ചുകൊണ്ടിരിക്കുക. ഒരു 10 എണ്ണമൊക്കെ സുഖമായിട്ട് കഴിക്കാം. നടന്നിട്ട് തീരുന്നില്ലല്ലോ. ഇത് മറ്റേ പ്രോപ്പർ ഐക്യ കേട്ടാ, ചെറിയ ഐക്യ അല്ലേ ഇത്. ഹ്യൂജ് ഐക്യ, എല്ലാം ഉണ്ട്. നോർമൽ ഐക്യയുടെ സൈസ് തന്നെയാണ്. അതെ, സാധാരണ ഔട്ട്സ്കേർട്സിലല്ലേ ഇത്. മോളിന്റെ അകത്ത് സിറ്റിയുടെ നടുക്ക് ഫുൾ ഫ്ലെഡ് ഐക്യ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഐക്യയുടെ അകത്ത് ന്യൂ ഇയർ പാർട്ടി 2500 രൂപയ്ക്ക് ബുഫേ, ലൈവ് മ്യൂസിക്, പിന്നെ എന്തൊക്കെയോ ഗിഫ്റ്റ് ഒക്കെ. ഐക്യയില് പാർട്ടി. നമ്മള് ഇല്ലല്ലോ, പട്ടായയിലല്ലേ.
ഫണ്ണായിരിക്കും. ഇവിടെ ബെഡൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിച്ചിട്ട് ഇവിടുത്തെ ബെഡ്റൂമിൽ കിടന്നുറങ്ങും. കേറാൻ പറ്റുമോന്ന് അറിയില്ല. 5th ഫ്ലോർ ഇവിടെ ക്ലബ്ബാ, മോളിന്റെ അകത്ത് ക്ലബ്ബ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ ഉണ്ട്. പക്ഷെ എന്ത് ക്ലബ്ബാന്നറിയോ? ഇറ്റ്സ് എ ബീച്ച് ക്ലബ്. ഇറ്റ്സ് എ ബീച്ച് ക്ലബ്. ഓൺലി ബീച്ച് ക്ലബ് ഇൻസൈഡ് എ മോൾ ആണിത്. ഞാൻ അങ്ങനെ കേട്ടത്, എന്താന്ന് എനിക്കും അറിയില്ല. എനിക്കറിയില്ല. മേ ബി ബീച്ച് ക്ലബ് വൈബായിരിക്കും. യാ, കേറാൻ പറ്റുമെന്ന് അറിയില്ല. ജസ്റ്റ് നോക്കാം. എന്ത് ആ മുഖത്ത് ഷോക്ക് വെക്ക്. വെൽക്കം ടു ദ ട്രൈബ്. എന്താ ഇവര് കാണിച്ചു വെച്ചിരിക്കുന്ന മോളിന്റെ 5th ഫ്ലോറില്? ഇറ്റ്സ് ലൈക്ക് ഹെവൻലി ഡെക്കറേഷൻസ് ആണ്. എന്താ ഇത് ചെയ്തല്ലേ? അൺബിലീവബിൾ തായ്ലൻഡേഴ്സ്. മൈ ഗോഡ്. ബിറിയ ബീച്ച് തപ്പി നടക്കും. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെളിയിലെടുത്ത്. വലിയ ഇതൊന്നും ഇല്ല അല്ലേ? അപ്പൊ അവിടെ എന്താന്ന് നോക്ക്. എന്താ ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് പഠിച്ചു. അടുത്ത തവണ ഇതിന് ഫ്രണ്ടിലെ ടേബിൾ നമ്മൾ 6000 രൂപ കൊടുക്കണം. 6000 രൂപയ്ക്ക് ഇവിടുന്ന് ഡ്രിങ്ക്സ് ആൻഡ് ഫുഡ് ഫ്രീ. ബാക്കിലത്തെ ആണെങ്കിൽ 5000 ബാത്ത്, എല്ലാം ബാത്താ. ടേബിൾ ആണെങ്കിൽ 3000 ബാത്ത്. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കാം. സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാം. 6 മണി തൊട്ട് 12 മണി വരെയാണിത്. 5 മണിക്ക് മുമ്പ് വന്നാലോ ഇതെല്ലാം ഫ്രീ ആണ്. ഫുഡിനും ഡ്രിങ്കിനും മാത്രം പൈസ കൊടുത്താൽ മതി. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് ഇവിടെ. ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് അകത്ത് സ്ഥലമുണ്ട്. അതിന് പൈസ ഒന്നും വേണ്ട. നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് മാത്രം കൊടുത്താൽ മതി. അല്ലേ, നമ്മൾ ആക്ച്വലി 5 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് 1000 ബാത്തേ ആവുള്ളൂ. ഷെയർ ചെയ്യാലോ. 1000 5 പേർക്ക് സുഖമായിട്ട് പൂൾ ഉപയോഗിക്കാം. സൺസെറ്റ് ഒക്കെ ഇവിടെ വരുന്നത് അറിഞ്ഞില്ല. അല്ലെങ്കിൽ നാളെ ലഞ്ചിന് ഇവിടെ വന്നാൽ മതിയായിരുന്നു. അടുത്ത തവണ നമുക്ക് അന്തും ഏരിയനൊക്കെ ആയിട്ട് വരുമ്പോ ഇവിടെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വരും. ആക്ച്വലി നമുക്ക് ന്യൂ ഇയർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതെ, പക്ഷെ ഓൾറെഡി ഫുള്ളാ. ന്യൂ ഇയർ നൈറ്റ് സംഭവം ന്യൂ ഇയർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി അല്ലേ? ഇവിടുത്തെ നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്തും കൊടുക്കാം. നിങ്ങൾ വന്നാൽ മതി. ഇത് ഒക്കെ റിയൽ കാൻഡിൽസ് വരെയാണ് അവർ ഉപയോഗിക്കുന്നത്. വെറുതെ ലൈറ്റ് പോലും അല്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് പെർഫെക്ഷൻ. ഇറ്റ്സ് ലൈക്ക് ദ പെർഫെക്റ്റ് ക്ലബ്. കിഡ്സ് ഫ്രണ്ട്ലി ആണ്, ഒരു കുഴപ്പമില്ല. ആൻഡ് 5ാമത്തെ നിലയിൽ എനിക്ക് വരാൻ തോന്നില്ല. എന്തൊരു സ്ഥലം നോക്കിക്കേ. മൈ ഗോഡ്. ഈ മോളിനെ കുറിച്ച് പറയാനുള്ളത് ഷോപ്പിംഗ് എനിക്ക് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഫുഡ് ആൻഡ് എൻജോയ്മെന്റ് ഫ്യൂച്ചറിസ്റ്റിക് അതെ, മസ്റ്റ് വിസിറ്റ് അല്ലേ? അത് പെയിന്റ് ചെയ്യാൻ അവർക്ക് സമയം കിട്ടാത്തതുകൊണ്ടാ. ഇതിപ്പോ തുടങ്ങിയുള്ളൂ, അതുകൊണ്ടാ. എന്തായാലും എങ്ങനെയുണ്ട് സ്ഥലം? ഇതിനേക്കാളും അതാണ് മോളിന്റെ പേര്. അല്ല, ഞാൻ പറയാം, ഇതിനേക്കാളും മേലെ ഇനി വേറെ മോള് വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ നോർമൽ മോൾ അറ്റ് ഓൾ. അതായത് ബീച്ച് ക്ലബ്ബ് മോളിന്റെ എത്രാമത്തെ ഫ്ലോർ? 5th ഫ്ലോർ. ഇനി നമ്മൾ നെക്സ്റ്റ് ടൈം വരുമ്പോ ബീച്ച് ക്ലബ്ബിൽ കിടന്ന് അല്ലെങ്കിൽ ഇതിലെ പൂളിൽ ഇറങ്ങി ഒരു വ്ളോഗ് ചെയ്യാം. വേണ്ടി ഐ വിൽ ഡെഫിനറ്റ്ലി കം ടു ബാങ്കോക്ക് ഫോർ ഷുവർ. അപ്പൊ ഞാനും അതും ജെഫ്രിന് സെപ്പറേറ്റ് വരാം ഇതിനു വേണ്ടി. നമ്മള് മറ്റേ പുതിയ എംസ്ഫിയർ മോള് ഇവിടുന്ന് ഇറങ്ങി ഈ വാക്ക് വേ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്ക് വേ പോകുന്നത് ഇതിനെ കാട്ടി വലിയ വേറെ മോളിലേക്കാണ്. അത് എംപോറിയം എന്ന് പറയുന്ന ഇവിടുത്തെ വലിയൊരു ലക്ഷറി മോളാ. നേരെ നടന്ന അത് അങ്ങോട്ട് പോവാം. ആൻഡ് ഇവിടെ തന്നെയാണ് മെട്രോ സ്റ്റേഷനും BTS സ്റ്റേഷൻ. ആ മോളും കൂടെ കാണിച്ചു കഴിഞ്ഞാലേ ഇനിയിപ്പോ വ്ളോഗ് തീരത്തില്ല. TV തല്ലി പൊട്ടിക്കും. എന്റെ കണ്ണല്ലെങ്കിലേ തള്ളി താഴെ വീണ് കഴിഞ്ഞു. ഇനി ഇത് കാണാനുള്ള ശേഷി ഇല്ല എനിക്ക്. എന്തായാലും ആ മോളും ഇതും എല്ലാം കൂടെ അടുത്താണ്. എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഒന്നും കൂടെ കാണിക്കാം. പക്ഷെ എന്തായാലും ഒരു എംസ്ഫിയർ മസ്റ്റ് വിസിറ്റ് ആണ്. സോ എന്തായാലും മസ്റ്റ് വിസിറ്റ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ബൈ. ഒരാളിവിടെ ഉറക്കമാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ.